ഹായ് ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ c&svlog. അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി ഓണം സ്പെഷ്യൽ ക്രാഫ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ വേറൊന്നല്ല, സിമ്പിളായിട്ടുള്ളൊരു ഗ്രീറ്റിംഗ് കാർഡാണ് കേട്ടോ ചെയ്യണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഇതുപോലെ ഒരു കളർ പേപ്പറാണ് എടുത്തേക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു റെഡ് കളർ പേപ്പറാണ് എടുക്കണേ. എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്കതൊന്ന് മടക്കിയെടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മളൊരു സർക്കിൾ വരച്ചെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 3.5 സെൻറ്റിമീറ്റർ റേഡിയസുള്ള സർക്കിളാണ് വരച്ചെടുക്കണേ. അപ്പോൾ അളവൊന്നും വേണമെന്നില്ല, നമുക്കിഷ്ടമുള്ള രീതിയിൽ ഒരു സർക്കിൾ വരച്ചെടുക്കാം. എന്നിട്ട് അത് ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ഭാഗത്തായിട്ട് ഞാൻ ഓരോ സെൻറ്റിമീറ്റർ അളവിലുള്ള ഒരു ബോർഡർ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 സെൻറ്റിമീറ്ററിൽ എടുക്കാം, അല്ലെങ്കിൽ ആ ഒരു ബോർഡർ വരച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ വേറൊരു കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ബോർഡറൊക്കെ വരച്ചെടുത്തില്ലേ, അവിടെ ആയിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് കറക്റ്റ് ആ ഒരു മെഷർമെൻറ്റ് തന്നെയാണ് എടുത്തേക്കണേ. പിന്നെ അതിൻ്റെ വിഡ്ത്ത് കുറച്ച് കുറവാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ ഒരു മെഷർമെൻറ്റിൽ തന്നെ നമുക്ക് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ കളർ പേപ്പർ തന്നെ വേണമെന്നില്ല, നമുക്ക് വേണമെങ്കിൽ വൈറ്റ് പേപ്പർ ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ മിക്കവാറും നമ്മൾ ഗ്രീറ്റിംഗ് കാർഡൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ട് വൈറ്റ് പേപ്പർ ആയിരിക്കുമല്ലോ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് കുറച്ചൊന്ന് മാറ്റി പിടിക്കാം, കളർ പേപ്പർ ഒട്ടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അധികം ഡാർക്ക് കളേഴ്സൊന്നും എടുക്കരുത് കേട്ടോ, കുറച്ച് ലൈറ്റ് കളറിലെ കളർ പേപ്പർ തന്നെ ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത് ആ ഒരു സർക്കിൾ പോർഷൻ ഉണ്ടല്ലോ, അവിടെ ആയിട്ട് ഹാപ്പി ഓണം എന്നൊന്ന് എഴുതിയെടുക്കാം കേട്ടോ. പിന്നെ നിങ്ങളുടെ കയ്യിൽ മാർക്കറോ സ്കെച്ച് പെന്നോ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് എഴുതിയെടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ആദ്യം പെൻസിൽ വെച്ച് എഴുതി കൊടുക്കുക, പിന്നെ അതിന് മുകളിലായിട്ട് നമുക്ക് അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടൊന്ന് എഴുതിയെടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ മാർക്കറൊന്നുമില്ല. അപ്പോൾ ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ്റ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടൊന്ന് എഴുതിയെടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇതുപോലെ ഒന്ന് പെൻസിൽ വെച്ച് എഴുതിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ അക്രിലിക് പെയിൻറ്റ് എടുക്കുക, എന്നിട്ട് ഈ ഒരു രീതിയിൽ അതിന് മുകളിലായിട്ട് എഴുതിയെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളൊന്ന് എഴുതിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ബീഡ്സാണ് കേട്ടോ എടുക്കണേ. എന്നിട്ട് നമ്മുടെ ആ ഒരു സർക്കിൾ ഉണ്ടല്ലോ, അതിന് ചുറ്റുമായിട്ട് ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ബീഡ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മുടെ വൈറ്റ് കളർ അക്രിലിക് പെയിൻറ്റ് ഉണ്ടല്ലോ, അതെടുക്കുക. എന്നിട്ട് പെയിൻറ്റ് ബ്രഷിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് കുറച്ച് ഡോട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാനായിട്ട് കുറച്ചുകൂടി ഒന്ന് ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഞാൻ വേറെ ഒരു കളർ പേപ്പർ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു കളറിലെ പേപ്പറാണ് കേട്ടോ എടുക്കണേ. എന്നിട്ട് അതിലായിട്ടൊരു 3 സർക്കിൾസ് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് വെച്ചിട്ട് നമുക്ക് ഫ്ലവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ജസ്റ്റ് ആ ഒരു പേപ്പർ എടുക്കുക, എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് മടക്കിയിട്ട് ഒരു പെറ്റൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ തന്നെ ആ 3 എണ്ണം ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഞാനിവിടെ ഗ്രീൻ കളറിലെ അക്രിലിക് പെയിൻറ്റാണ് എടുക്കണേ. എന്നിട്ട് നമ്മുടെ ഫ്ലവേഴ്സിൻ്റെയൊക്കെ സെൻറ്ററിലായിട്ട് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഫ്ലവേഴ്സ് സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ആ ഒരു കളർ പേപ്പർ ഉണ്ടല്ലോ, അതിൻ്റെ സൈഡിലായിട്ട് ഇതൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ.
ഇപ്പോൾ ഇങ്ങനെയൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ക്രാഫ്റ്റ് ചെയ്തപ്പോൾ കുറച്ച് ഓണത്തുമ്പികളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു 3 ബാക്കിയുണ്ടെന്ന് പറഞ്ഞല്ലേ, അപ്പോൾ അത് നമുക്ക് ഈ ഒരു ക്രാഫ്റ്റിലായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇതുപോലെ ആ 3 ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഫ്ലവേഴ്സ് ഒട്ടിച്ചു കൊടുത്തില്ലേ, ആ ഒരു രീതിയിൽ ഇപ്പുറത്തെ സൈഡിലും വേണമെങ്കിൽ ഫ്ലവേഴ്സ് ഒട്ടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ അത്രേ ഉള്ളൂ, നമ്മുടെ സിമ്പിളായിട്ടുള്ള ഓണം സ്പെഷ്യൽ ഗ്രീറ്റിംഗ് കാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതണമെങ്കിൽ എഴുതിയെടുക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം കുഞ്ഞു ബെലൈക്കൻ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യാം കേട്ടോ. എന്നിട്ട് അതിലോൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇന്ന് വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് തന്നെ ലഭിക്കും കേട്ടോ. പിന്നെ നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്സും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.